നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരനാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ്. എല്ലാ തരത്തിലും അതിൻ്റെ ചർച്ചകൾ, ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നുമില്ലെങ്കിലും എല്ലാ തരത്തിലും ആരംഭിക്കുന്നുണ്ട്. കോൺഗ്രസിലും സ്വാഭാവികമായ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടാവും. നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ ലോക്സഭാ സാധ്യതകളെ താങ്കൾ എങ്ങനെ കാണും? ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യത്തിൽ വളരെയധികം അഡ്വാൻസാണ്. ഒന്ന്, അതായത് സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജന ചർച്ചയുമാണ് സാധാരണ രീതിയിൽ ഏറ്റവും ഡിലേ ആവുന്ന രണ്ട് കാര്യങ്ങൾ. ഇത്തവണ അത് അങ്ങനെ ഒരു ഡിലേ ഒട്ടും ഉണ്ടാവില്ല. കാരണം മഹാഭൂരിപക്ഷം MP-മാരോടും മത്സരിക്കണം എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ, കഴിഞ്ഞ തവണ UDFനെ വിജയിപ്പിച്ചെങ്കിലും MP മറുഭാഗത്ത് പോയതുകൊണ്ട് ഒഴിവ് വന്ന കോട്ടയം, KPC പ്രസിഡൻറ്റ് മത്സരിക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, ഈ 3 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർദ്ദേശിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളുമായിട്ടൊരു ഔദ്യോഗിക ചർച്ച നടത്തേണ്ടി വരും. ആ ചർച്ചയിൽ അത്ര കൂടുതലായിട്ടുള്ള അവകാശവാദങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും അതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. 2 സ്ഥാനാർത്ഥി നിർണയമാണ്. അപ്പോൾ 3 നിയോജകമണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണം. മിക്കവാറും ഒരു സീറ്റ് ഘടകകക്ഷിയുടെ സീറ്റാണ്. അതെന്ത് ചെയ്യണം എന്നുള്ളത് ചർച്ചയിലൂടെ തീരുമാനിക്കണം. ബാക്കി 2 എന്ത് വന്നാലും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടി വരിക. പക്ഷെ അങ്ങനെ നിശ്ചയിക്കേണ്ടി വരുമ്പോൾ അതിലൊരു കമ്മ്യൂണൽ ബാലൻസ് കൂടെ നോക്കേണ്ടി വരും. കഴിഞ്ഞ തവണ മൈനോറിറ്റിക്ക് കൊടുത്ത സീറ്റിൽ UDF തോറ്റു, പക്ഷെ അവർക്ക് പിന്നെ രാജ്യസഭ കൊടുത്തു. അതുപോലെ തന്നെ കണ്ണൂർ അംഗം മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു കാൻഡിഡേറ്റിനെ കാണണം. അപ്പോൾ അവിടെയും കമ്മ്യൂണൽ ബാലൻസ് കീപ്പപ്പ് ചെയ്യണം. അങ്ങനെയുള്ളൊരു ഇതൊക്കെ മണിക്കൂറുകൾ കൊണ്ട് വേണമെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കാൻ കഴിയും. അതുകൊണ്ട് ആ 2 കടമ്പകൾ ഇത്തവണ ഏറ്റവും ഈസി ആയിട്ട് UDFന് തരണം ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. 2, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഈ ചില തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് തോറ്റെങ്കിലും അതൊന്നും പാർലമെൻറ്റിൽ തോൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം വോട്ട് വ്യത്യാസം അധികമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധികാരം പോയത് തന്നെയാണ് ഈ 3 സ്റ്റേറ്റിൽ. അത് ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷേ ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഇനിയുള്ള ഇലക്ഷന് ജയിക്കാൻ ഒരു തടസ്സമല്ല എന്നാണ് ഞങ്ങളുടെ റീഡിങ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു റിയാക്ഷൻ കേരളത്തിലും ഉണ്ടാകും. കേരളത്തിൽ 2 കാര്യമുണ്ട്. ഒന്ന്, എല്ലാ സന്ദർഭങ്ങളിലും കോൺഗ്രസ്സിന് മുൻതൂക്കം കേരളത്തിൽ ലഭിക്കാറുണ്ട്. ലോക്സഭാ ഇലക്ഷന് 2 തവണ മാത്രമാണ് ഇനി കോട്ടം സംഭവിച്ചത്, 67-ലും 2004-ലും. പക്ഷേ 2004-2000 സാഹചര്യം കോൺഗ്രസ്സിൽ തമ്മിലടി വളരെ രൂക്ഷമായിരുന്നു. അന്ന് ഇടതുപക്ഷം പറഞ്ഞത് ഞങ്ങൾ ഡൽഹിയിൽ ചെന്നാൽ കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുന്നതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനത്തെ ആഭ്യന്തര പ്രശ്നമൊന്നുമില്ല. തർക്കങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ 2004-മായി താരതമ്യം ചെയ്താൽ പാർട്ടിയിലൊരു ആഭ്യന്തര പ്രശ്നമില്ല എന്നാണ് എൻ്റെ റീഡിങ്. 2004-ൽ CPM കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇത്തവണ ഒരു ഇന്ത്യ മുന്നണിയിൽ വെറും സാങ്കേതികമായിട്ടുള്ള മെമ്പർഷിപ്പ് മാത്രമേ അവർക്കുള്ളൂ. കാരണം ഏകോപന സമിതിയിലൊക്കെ ഒരു വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ MP-മാരെ ഡൽഹിക്ക് അയച്ചാൽ, CPM ഡൽഹിക്ക് അയച്ചാൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാവുമെന്നാണ് പൊതുവായിട്ടുള്ളൊരു വിലയിരുത്തൽ. ഈ കാരണങ്ങൾ, പിന്നെ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾ, നവകേരള സദസ്സിലുണ്ടായ ധൂർത്ത്, അടി, ഇതെല്ലാം UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ. ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ തവണ 19-1 എന്ന സീറ്റ് നിലയാണ്. അത് നിലനിർത്തുക എന്ന വെല്ലുവിളി ചെറുതാണോ? കാരണം 19 സീറ്റ് നിലനിർത്തൽ മാത്രമല്ല, നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചെടുക്കുക എന്നുള്ളൊരു വാശി കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ 20-20 എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഈ സംഘടനാ തലത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംഘടന വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന സംവിധാനമാണല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു KPCCക്ക് അധ്യക്ഷ സ്ഥാനത്തിലും അദ്ദേഹം ലീവ് എടുക്കുന്നു, ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. സംഘടനാ തലത്തിൽ ഇപ്പോൾ ചില ക്യാമ്പയിനുകളും പത്രസമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ടാവാം. അതിനപ്പുറത്തേക്ക് സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസിന് എത്ര കണ്ട് ഒരു ഊർജ്ജമായും നിൽക്കാൻ കഴിയും? അതല്ല ഞാൻ പറയാം. ഇപ്പോൾ സാധാരണ ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് UDF സംവിധാനമായിട്ട് വരാറുള്ളത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല.
ഈ നവകേരള സദസ്സിനെതിരായിട്ടുള്ള കുറ്റവിചാരണ സദസ്സ് തന്നെ ഇപ്പോൾ കേരളത്തിൽ പകുതിയിൽ കൂടുതൽ നിയോജകമണ്ഡലങ്ങളിൽ അത് നടന്നു കഴിഞ്ഞു. ഈ മാസം 20-ാം തീയതിയോടുകൂടെ തന്നെ അത് പൂർത്തിയാകും. ഞാൻ ഒരു 10ഓളം വിചാരണ സദസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നല്ല ആവേശമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില സ്ഥലത്ത് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഞങ്ങൾ എങ്ങനെയാണ്, എന്തുകൊണ്ടത് ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. 10-ാം തീയതി ലൈസൺ കമ്മിറ്റിയുണ്ട്. ആ ലൈസൺ കമ്മിറ്റിയിൽ അതിന് പുറമേ യുവജന സംഘടനകളുടെ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, അവർക്ക് ഇതൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല UDF എന്നുള്ള നിലയിൽ. ആ കോർഡിനേഷൻ്റെ യോഗവും 10-ാം തീയതി ചേരുകയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകും. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെന്ന് പറയുന്നത് ചില ജില്ലകളിൽ മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും അവിടെയെല്ലാം വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പാർലമെൻറ്റ് ഇലക്ഷനിലെ ഒരു വിജയത്തിന് തടസ്സമാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ പാർലമെൻറ്റ് പോലെ ആയിരിക്കില്ല പഞ്ചായത്തും അസംബ്ലിയും വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ദൗർബല്യങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചാലേ വിജയിക്കാൻ കഴിയും. ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ ഒരുപക്ഷെ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആ കോൺഫിഡൻസ് ഒരുപക്ഷെ താങ്കളുടെ മണ്ഡലത്തെ അടുത്തറിയുന്നത് കൊണ്ടും അവിടുത്തെ പ്രവർത്തനം കൊണ്ടുമാകും. പക്ഷേ എല്ലാ ഇടങ്ങളിലും അങ്ങനെയല്ലെന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സുനിൽ കനുകുലുവിൻ്റെ റിപ്പോർട്ടിൽ പോലും ചിലയിടങ്ങളിൽ നഷ്ടപ്പെട്ടേക്കാം എന്ന സൂചനയുണ്ടെന്ന് പറയുന്നു. അല്ല, അതിനെ ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ, ഞങ്ങൾ എല്ലാത്തിനെയും എന്താ പറയണ്ടേ, ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത്. കാരണം നമ്മൾ പോസിറ്റീവായിട്ടൊരു പ്രശ്നത്തിന് ആദ്യം തന്നെ സമീപിച്ചാൽ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സുനിലിൻ്റെ റിപ്പോർട്ടും മറ്റ് അനുബന്ധ പല റിപ്പോർട്ടുകളും അത് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ എവിടെയൊക്കെയാണോ ന്യൂനത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 ചാനലുകളുടെ സർവേ നടത്തി. ആ സർവേകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എടുത്തുകൊണ്ടാണ് അതിനെ കവർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഇടതുപക്ഷം കൈവശം വെച്ചിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അവിടെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും സിമ്പതി വേവിൽ പോലും ജയിക്കാത്തൊരു നിയോജകമണ്ഡലമാണ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള LDFൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അതൊക്കെ നോക്കിക്കൊണ്ട് അത് കവറപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മറ്റ് സ്ഥലങ്ങളുടെയും അവസ്ഥ. പക്ഷേ പല സർവേകളിലും വന്നിട്ടുള്ള റിസൾട്ട് മഹാഭൂരിപക്ഷം MP-മാരും അവരവരുടെ നിയോജകമണ്ഡലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 വരെയുള്ള MP-മാരുടെ അവസ്ഥയല്ല 2019-24 ഒന്ന്, ഈ കോവിഡ് കാരണം ഞങ്ങളുടെ ഫണ്ട് പോലും, ഇപ്പോൾ MP-മാർക്ക് ആകെയുള്ളത് നിയോജകമണ്ഡലത്തിൽ കൊടുക്കാനുള്ള ഫണ്ടാണല്ലോ, അതും തുച്ഛമായിട്ടുള്ള സംഖ്യ. അതായത് ഒരു MLAക്ക് കേരളത്തിൽ 6 കോടിയുള്ളപ്പോഴാണ് 7 അസംബ്ലികൾ MP-ക്ക് 5 കോടി. അത് തന്നെ കുറവാണ്. അതിപ്പോൾ 25 കോടി കിട്ടേണ്ട സ്ഥാനത്ത് 18 കോടിയേ കിട്ടിയിട്ടുള്ളൂ. അവിടെയൊക്കെ വരുന്ന മൈനസായിട്ടുള്ള കാര്യം. പിന്നെ കേന്ദ്രത്തിൻ്റെ അവഗണന, അതിനെയും ഞങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ സമ്മർദ്ദം കൂടെ ചെലുത്തിക്കൊണ്ട് കുറേയൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങി തരാൻ സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ ഇടതു കോട്ടകൾ എന്ന് വിളിക്കുന്ന കുറേയധികം മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത വിജയം നേടിയിരുന്നു. കാസർഗോഡുണ്ട്, ആലത്തൂരുണ്ട്, ഇങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടങ്ങളിൽ അത്ര സുരക്ഷിതമല്ലെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതിന് മാത്രം ജാഗ്രത അവിടെ കാട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ നിയോജകമണ്ഡലങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ ഇടതു കോട്ടകളായതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ മനഃപൂർവ്വം ചെയ്തത് ഞാൻ പറയുന്നില്ല, എന്ത് വന്നാലും ജയിക്കില്ല, പിന്നെ അത്ര കഷ്ടപ്പെടണ്ടെന്നൊരു വിചാരം ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അവിടെ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ അവരുടെ സാന്നിധ്യം അവിടെ തന്നെയുണ്ട്. എന്നോട് ചില ഇടതുപക്ഷ സുഹൃത്തുക്കൾ, ഞാൻ പേര് പറയുന്നത് ശരിയല്ല, ഒരു ഉന്നതരായിട്ടുള്ള ചില നേതാക്കന്മാർ, ഉദാഹരണത്തിന് കാസർഗോഡ്, അവർ പറയുന്നത് മുൻകാലങ്ങളിലൊന്നും MP-മാരുടെ സേവനം അവിടെ കണ്ടിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് തലവേദനയായിട്ട് നിങ്ങളുടെ MP എപ്പോഴും അവിടെ സജീവ സാന്നിധ്യം ഉണ്ടെന്നാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ പാലക്കാട്. MP ഒരു കോൺട്രവേഴ്ഷ്യൽ അല്ല, ശ്രീകണ്ഠൻ അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. രമ്യ ഹരിദാസും അവരാൾ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് MP-മാരോടൊരു നെഗറ്റീവ് അപ്രോച്ച് ഇല്ല. അതിപ്പോൾ പല ചാനലുകളുടെ സർവേയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആരും MP-മാർ മോശക്കാരാന്ന് പറയുന്നില്ല. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്.
ആ സാഹചര്യങ്ങൾ അനുകൂലമാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ ഇങ്ങനെ ഐക്യത്തിൻ്റെ UDF-ൻ്റെ കെട്ടുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ KPCC യോഗത്തിൽ സംഭവിച്ചത് മറ്റു ചില കാഴ്ചകളാണ്. കാരണം ഐക്യം പറയുന്ന വേദിയിൽ തന്നെയാണ് ഗ്രൂപ്പിസത്തിൻ്റെ അതിപ്രസരമുണ്ടെന്ന വിമർശനം ഉയർന്നത്. അതായത് ഈ മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ വെക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസമൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഞങ്ങൾ പറയുന്നല്ലോ ദൗർബല്യങ്ങൾ പാർട്ടിക്കുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു എലക്ഷൻ വരുമ്പോൾ അത് കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളും രൂപീകരിച്ച് കഴിഞ്ഞു, ഭാരവാഹികൾ വരെ രൂപീകരിച്ചു. ഇപ്പോൾ ബൂത്തിലേക്കുള്ള രൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചേർക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനധികൃതമായി കടന്നുകൂടിയ വോട്ടുകൾ തള്ളിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്ക് നടക്കുന്നുണ്ട്. അതിനിപ്പോൾ കമ്മിറ്റികൾ രൂപീകരിക്കാൻ വൈകിയെങ്കിലും പ്രവർത്തകരൊക്കെ പലയിടത്തും സ്വയം മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങളൊരു അവലോകനം നടത്തിയിരുന്നു കഴിഞ്ഞ പാർട്ടിയുടെ, അതായത് ഈ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന KPCC ചുമതലപ്പെടുത്തിയ ഭാരവാഹികളുടെ റിപ്പോർട്ട് ഞങ്ങൾ എടുത്തിരുന്നു. ആ റിപ്പോർട്ട് ഞങ്ങൾ ഒറ്റയടിക്ക് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ആ റിപ്പോർട്ടിലും അങ്ങനൊരു ഭയാനകമായിട്ടുള്ള തോൽവിയുടെ ഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷമൊന്നുമില്ല. പക്ഷേ പോരായ്മകളുണ്ട്, ഞങ്ങളത് പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. VM സുധീരൻ്റെ വിമർശനമാണ് കഴിഞ്ഞ കുറേ നാൾ ചർച്ച ചെയ്തത്. നമ്മൾ ഈ KPCC-യിൽ അദ്ദേഹം നടത്തിയ വിമർശനം അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് 2 ഗ്രൂപ്പ് എന്നുള്ളത് 3ഉം 4ഉം കഴിഞ്ഞ 5ഉം അതിൻ്റെ ഉപഗ്രൂപ്പിലേക്കും പോയെന്നുള്ളതാണ്. താങ്കൾ പലപ്പോഴും ഈ കോൺഗ്രസിലെ മോശം പ്രവർത്തകരെ താങ്കളും ശബ്ദം ഉയർത്തിയിട്ടുള്ളതാണ്. അത്തരം അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ സാഹചര്യമുണ്ടോ? അതായത് മുമ്പ് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് നേതാക്കന്മാർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് സാധാരണ രീതിയിൽ നിയമനങ്ങളൊക്കെ നടന്നിരുന്നത്. ഇത്തവണ അതിൽ നിന്ന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കുറേയൊക്കെ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വെറും ഗ്രൂപ്പ് എന്നുള്ള കുറേ മാറിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റേതായിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അതിൽ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഭേദപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ അത്രയേ ഞാൻ പറയുന്നുള്ളൂ. ഈ സതീശനും സുധാകരനും വന്നതിന് ശേഷം അവർ ഗ്രൂപ്പില്ല എന്നൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തി. പക്ഷേ അവരെ കേന്ദ്രീകരിച്ച് വേറൊരു സംവിധാനം ഉണ്ടായി എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യം അറിയാം. ആരാണോ തലപ്പത്തുള്ളത് അവരോടൊരു ആഭിമുഖ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിയിൽ അങ്ങനെ സംഭവിക്കുന്നത് സാധാരണയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പഴയ പല ഇക്വേഷനുകളും മാറുമല്ലോ, അതിൻ്റേതായിട്ടുള്ള ചില അസ്വസ്ഥതകൾ പാർട്ടിക്കകത്തുണ്ട്. പക്ഷേ ഈ പഴയ AI ഗ്രൂപ്പുകളുടെ ഒരു കാലം, അത് കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കൂടിയും അത് ഒരു അർത്ഥത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയിരുന്നു എന്നാണ് പിന്നീട് വിമർശകർ പോലും സ്വയം വിലയിരുത്തിയത്. നമുക്ക് AK ആൻ്റണി, K കരുണാകരൻ കാലഘട്ടങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വന്നപ്പോൾ ഈ ഗ്രൂപ്പിസം ഒരു അർത്ഥത്തിലും പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ല, വ്യക്തികൾക്ക് ഗുണം എന്നൊരവസ്ഥയിലേക്ക് പോയോ ഈ സംവിധാനം? അതല്ല, ഈ ഞാൻ പറഞ്ഞില്ല, മണ്ഡലം പ്രസിഡന്റുമാരുടെ രൂപീകരണത്തിൽ വന്ന കാലതാമസം അത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഉദ്ദേശിച്ച രീതിയിൽ എന്തുകൊണ്ട് പൂർത്തിയാക്കിയില്ല എന്നൊരു ചോദ്യം അണികളുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത്, യുനാനിമസ് ആയിട്ട് വന്ന ചില പേരുകളൊക്കെ മാറ്റി എന്നുള്ള പരാതിയുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10-12 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പുനഃസംഘടനയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചില പൊട്ടിത്തെറികൾ ചില ഭാഗത്തുണ്ടാവും. പക്ഷേ ഇത്തവണ അങ്ങനൊരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ചില അസ്വസ്ഥതകൾ ചില ഭാഗങ്ങളിലുണ്ട്, അത് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ VM സുധീരൻ അദ്ദേഹം ഇങ്ങനെ പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹമല്ല പരസ്യമാക്കിയത്, KPCC പ്രസിഡന്റാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞതാണ്. ഇതിലൊരു മോശം പ്രവണതകൾ സംഭവിച്ചിട്ടുണ്ടോ? അതല്ല, ഇപ്പോൾ കമ്മിറ്റിയിൽ പറയുമ്പോൾ പലതും TV-യിൽ വരുന്നു. അത് മൊത്തം ഇപ്പോൾ കോൺഗ്രസ്സിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ കേഡർ പാർട്ടിയായിട്ടുള്ള CPM-ലെ ചർച്ചകൾ ഇന്ന് പുറത്തു വരികയാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്. കോൺഗ്രസ്സിൽ അതിൻ്റെ കോൺഗ്രസ്സാണെങ്കിൽ ആദ്യം എല്ലാ കാര്യവും പുറത്താണ്. പക്ഷേ എങ്കിലും പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതും പുറത്ത് അറിയിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് ചെയ്താലും, ആര് ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ നിവർത്തിയില്ല. അപ്പോൾ സുധീരൻ പറയുന്ന അദ്ദേഹം കമ്മിറ്റിക്കകത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ പുറത്തു വന്നു. പുറത്തു വന്നതിനെക്കുറിച്ച് KPCC പ്രസിഡൻ്റ് പരസ്യമായിട്ടുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു. ഞാൻ പറയുന്നത് എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരാൾ ശരി വേറൊരാൾ തെറ്റെന്ന് പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ നമ്മൾ അത്രയും ശക്തമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്.
പലപ്പോഴും പ്രസിഡൻറ്റുമാരാണ്, അത് ബൂത്ത് പ്രസിഡൻറ്റ് മുതൽ KPC പ്രസിഡൻറ്റ് വരെയുള്ളവർ നല്ലപോലെ ആത്മസംയമനം പാലിച്ചാലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചില പരാമർശങ്ങളുണ്ടായി. അതിനെ തുടർന്ന് ദൗർഭാഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. അപ്പം ഞാനും അവിടെ കമ്മിറ്റിയിൽ ശക്തമായിട്ട് ചില അഭിപ്രായം പറഞ്ഞല്ലോ, അതൊന്നും അങ്ങനെ പാട്ടായിട്ടൊന്നുമില്ല. ഈ VM സുധീരനുമായി ഇനി ഒരു സഹകരണമില്ല എന്നൊരു ടോണിലാണ് കെ സുധാകരൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലല്ലോ. VM സുധീരൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് KSUവിലൂടെ രംഗത്ത് വന്നൊരു നേതാവാണ്. ചിലപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്നതിനോട് വിയോജിപ്പുണ്ടാവും. ഇപ്പോൾ അദ്ദേഹം സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ വിയോജിപ്പുണ്ട്. കാരണം പഴയ സാമ്പത്തിക ശാസ്ത്രത്തിന് ഇപ്പോൾ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളല്ല തെറ്റ്, അത് നടപ്പാക്കുന്നതിൽ കുറച്ച് വീഴ്ച പറ്റി. അതാണല്ലോ 2014 തോൽക്കാൻ കാരണം. അപ്പോൾ അത് ആവർത്തിക്കാതെ നോക്കുക. അത് 2014 ശേഷം ചേർന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയും നയങ്ങൾ നടപ്പാക്കിയതിൽ പറ്റിയ പാളിച്ചയാണ് തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2017 എന്നാണ് എൻ്റെ ഓർമ്മ, കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു ബഡ്ജറ്റ് ചർച്ചയിൽ അവിടെ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ സാമ്പത്തിക നയത്തിൽ തെറ്റൊന്നുമില്ല, പക്ഷേ നടപ്പാക്കിയതിൽ ഞങ്ങൾക്ക് പാളിച്ച പറ്റി. അതല്ലാതെ ഈ നയം മുഴുവൻ പൊളിച്ച് പഴയതിലേക്ക് പോകണമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇനി പഴയതുപോലെ നിലനിർത്താൻ കഴിയുമോ? കാരണം സ്വകാര്യ മേഖലയും അതിൻ്റേതായിട്ടുള്ള ഈക്വൽ ഇതിൽ വരികയാണ്. ഇപ്പോൾ പൊതുമേഖലയ്ക്ക് വേണ്ടി ഏറ്റവും ബാധിച്ച കേരളത്തിലെ CPM തന്നെ വിദേശ സർവകലാശാലകൾക്ക് വാതിൽ തുറക്കുകയാണ്. സ്വാശ്രയ സ്ഥാപനങ്ങളെ എതിർത്തവരാണ് ഇന്ന് വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഴയ പുരാണം പറഞ്ഞിരുന്നിട്ട് കാര്യങ്ങൾക്കനുസരിച്ച് കോൺഗ്രസിൻ്റെ നയവും പരിപാടിയും മാറേണ്ടി വരും. അപ്പോൾ അദ്ദേഹം അതേ സമയത്ത് അയോധ്യയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഗതാർഹമാണ്. അത് ഞങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യം. അതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞത് ഞങ്ങൾ തീരുമാനമെടുത്ത് അറിയിക്കും, നിങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു. അവിടെ അത്രയും നിർത്തുക, ബാക്കി കാര്യങ്ങൾ ആലോചിച്ച് പിന്നീട് അതിൻ്റെ തീരുമാനം വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞാൽ പോരെ. ഇനി പക്ഷേ ഈ അയോധ്യ വിഷയം ഉദാഹരണം തന്നെ എടുത്താൽ അതിലൊരു ഉചിതമായ തീരുമാനം പാർട്ടി കൈക്കൊണ്ടാൽ പോലും അതിനെടുക്കുന്ന സമയം യഥാർത്ഥത്തിൽ ഒരു വീഴ്ചയായി തന്നെ മാറും. അല്ല, അത് ചില കാര്യങ്ങളിൽ എടുത്തിയാടി തീരുമാനം എടുത്താൽ ശരിയാവില്ല. കാരണം ഇതിനെ വൈകാരികമായ ഒരു പ്രശ്നമാക്കാനാണ് BJP നോക്കുന്നത്. ഇതിനെ എതിർക്കുന്നവരൊക്കെ ഹിന്ദു വിരുദ്ധരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സമീപനം സ്വീകരിച്ചു എന്ന് വ്യക്തമായി കാര്യങ്ങൾ പറയണം. അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. മാത്രമല്ല, ഇത് ഇൻഡിവിജ്വലായിട്ട് നടത്തിയ പാർട്ടീനെയല്ല ക്ഷണിച്ചത്, വ്യക്തികളെയാണ്. അതുകൊണ്ട് തന്നെ അവരൊരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻവിറ്റേഷൻ ട്രാൻസ്ഫറബിൾ അല്ല, ഇതാർക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം പ്രൈം മിനിസ്റ്റർ വരികയാണ്, ആരൊക്കെ ഉണ്ടാവുമെന്നുള്ളതിൻ്റെ ലിസ്റ്റ് നേരത്തെ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ തന്നിട്ടുള്ള ഇൻവിറ്റേഷന് മറ്റാരെയും അയച്ചാൽ പോരാ, ആർക്കാണ് ഇൻവിറ്റേഷൻ തന്ന അവർ തന്നെ വരണം എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ അഖിലേഷ് യാദവ് അദ്ദേഹമാണല്ലോ UPയിൽ ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ചിലപ്പോൾ 5-10 സീറ്റ് കിട്ടുമായിരിക്കും. 80 അവിടുത്തെ സീറ്റിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത്ത്. അതിലേതാണ്ട് 70ഓളം സീറ്റിൽ മത്സരിക്കുന്ന സമാജ്വാദി പാർട്ടിയാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പറയുന്നു. 2 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ള ആപ്പ് പറയുന്നു ഞങ്ങളും പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്കും വിരോധമില്ല. അതേസമയത്ത് മമതാ ബാനർജി ഇടതുപക്ഷ കക്ഷികളൊക്കെ നഖശീകാന്തം എതിർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടൊരു അവരുമായിട്ടൊരു ചർച്ച നടത്തി ഒരു തീരുമാനം പാർട്ടി എടുക്കും. യെസ് ഓർ നോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുത്തു എന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട്. ഇന്നിപ്പോൾ ഡേറ്റ് 3 ആയിട്ടേ ഉള്ളൂ, 22-ാം തീയതിയാണ്. എങ്കിലും BJPയുടെ കുരുക്കാണെന്ന് തിരിച്ചറിയുന്നതും കൂടിയുണ്ട്. അതുണ്ടല്ലോ തീർച്ചയായിട്ടും. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ ക്ഷണം സ്വീകരിക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഇതിനൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് അവരെടുത്തിരിക്കുക. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സുപ്രീം കോടതി വിധിയല്ലേ, ഫൈനലല്ലേ, അതുകൊണ്ടാണല്ലോ ആരും ഒരു എതിർപ്പ് പരസ്യമായിട്ട് കേരളത്തിൽ യുനാനിമസ് ആയിട്ട് പങ്കെടുക്കേണ്ടത് ഏതാണ്ട് അങ്ങനത്തെ ഒരു അഭിപ്രായമാണ്, പങ്കെടുക്കേണ്ട എന്ന് തന്നെയാണ് ഒരു വികാരം ഉണ്ടായിട്ടുള്ളത്. ഈ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നം പൊതുവേദി പലപ്പോഴും പ്രകടമാകുന്നുണ്ടോ എന്ന സംശയം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കെല്ലാം പൊതുവിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അദ്ദേഹം അങ്ങനത്തെ ഒരു അതല്ല, ഇപ്പോൾ ഒരു അസുഖത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തുന്നത് ശരിയല്ല. അസുഖം ആർക്കും വരാം. അത്രയ്ക്കൊരു ഡാമേജുള്ള അസുഖമാണ് എന്ന് അങ്ങനെ
ഒരു അസുഖമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം അമേരിക്കയിൽ പോയി അദ്ദേഹം ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ കൂടെ ഒപ്പീനിയൻ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷേ ഇതുവരെയുള്ള ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അത്ര സീരിയസ് ആയിട്ടുള്ള അസുഖമൊന്നും അദ്ദേഹത്തിനില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഈ അദ്ദേഹം മാധ്യമങ്ങളോടും പൊതുവേദികളിലും നടത്തുന്ന പല പ്രസംഗങ്ങളും അതൊന്നോ രണ്ടോ അല്ല പല തുടർച്ചയായിട്ട് പാർട്ടിയെ അങ്ങ് പ്രതിസന്ധിയിലാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ അധികം കൂടുതലും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളാണ്. കണ്ണൂരിൻ്റെ ഒരു ശൈലിയുണ്ട്, വെട്ടൊന്ന് തുണ്ട് രണ്ട്. അത് കോൺഗ്രസ്സിനാണെങ്കിലും CPM-നാണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചാനലുകളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈൻ എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ നല്ല കാര്യം ആയിരിക്കും പറയുക, പക്ഷേ നിങ്ങൾക്ക് ചാനലുകാർക്ക് നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, എന്താണ് ഒരു കോൺട്രവേഴ്സ്യൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, കാരണം ഒരുപാട് ചാനലുണ്ട്, അപ്പോൾ ഏതെങ്കിലും ചാനലിൻ്റെ ഒരു ഇത് കിട്ടണമെങ്കിൽ ആ വാചകത്തിൽ നോക്കുമല്ലോ. അപ്പോൾ ഞാനൊക്കെ അത് ഒരു ഉത്തരം പറയുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. പക്ഷേ ശ്രീ സുധാകരൻ അങ്ങനെ ഒരു ശീലമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ എന്ന് അത് പറയും. പിന്നീട് പലരും അത് അപകടമാണ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം തിരുത്തുന്നത്. അപ്പോൾ അങ്ങനെയൊരു അദ്ദേഹത്തിന് ഈ കേരള രാഷ്ട്രീയം മൊത്തം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്നൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ പോലത്തെ ഒരു ആരോഗ്യം ചുറുചുറുക്കും അല്പം നഷ്ടപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, പക്ഷെ അതൊന്നും അദ്ദേഹം മനഃപൂർവ്വം വരുന്നതല്ല. KPC പ്രസിഡന്റ് ആവാൻ അല്പം കൂടി ഒരു പക്വതപ്പെടേണ്ടതുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും പെട്ടെന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ചില ഗ്യാപ്പുണ്ട്. അതാണ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വരാൻ കാരണം. ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ ബോധിപ്പിക്കാറുണ്ടോ? അദ്ദേഹം അത് ഉൾക്കൊള്ളാറുണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം അത് ഉൾക്കൊള്ളാറുണ്ട്. അല്ലാതെ ഞാൻ പറയുന്നതാണ് ശരി എന്ന് അദ്ദേഹം ഒരിക്കലും പറയാറില്ല. ഞങ്ങൾ പറയുന്ന അദ്ദേഹം ഉൾക്കൊള്ളാറുണ്ട്. കഴിയുന്ന അത്ര അദ്ദേഹം അത് തിരുത്താൻ ശ്രമിക്കാറുമുണ്ട്. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്ന് അദ്ദേഹം നിയമസഭയിൽ കുറേ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മുന്നണിയുടെ നേതൃത്വം കേരളത്തിൽ അദ്ദേഹത്തിനാണ്. പക്ഷേ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചും ഒരു കേന്ദ്രം രൂപപ്പെടുന്നു എന്നൊരു പ്രതീതി പൊതുവിൽ പുറത്തുണ്ട്. അപ്പോൾ ആദ്യം പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ കാര്യങ്ങൾ പോകുന്നത്? അതല്ല, VD സതീശൻ, നമുക്കറിയാം ഓരോ നേതാക്കന്മാർക്കും അവരുടേതായിട്ടുള്ള ചില കഴിവുകളുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമാണ് അതിനേക്കാൾ അതീതമായിട്ട്. അപ്പോൾ കരുണാകരൻ നല്ലൊരു പാർലമെൻറ്റേറിയനായിരുന്നു, നല്ലൊരു സംഘാടകനുമായിരുന്നു. ഏതാണ്ട് AK ആൻ്റണിക്കും ഈ 2 കാര്യങ്ങളിലും, AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ, ഒരു പരിധിവരെ രമേശും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ VD സതീശൻ നിയമസഭയിലും ഏറ്റവും കൂടുതൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റ് ഏറ്റവും നന്നായി പഠിച്ച് പറയാൻ മിടുക്കൻ VD സതീശനാണ്, അന്നും ഇന്നും അതെ. പിന്നെ പക്ഷേ സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഈ MLA ആയിട്ടാണല്ലോ വരുന്നത്. MLA-മാരാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ MP ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ കേരളത്തിലധികം സഞ്ചരിക്കുന്നത്. കാരണം MP-മാർക്ക് MLA-മാർ ഉത്തരവാദിത്തം ഉണ്ടില്ല എന്ന് പറയുന്നില്ല, എന്നാലും ഒരു MLA എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യമുണ്ട്, പഴയതുപോലെയല്ലല്ലോ. പഴയ കാലഘട്ടമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അസംബ്ലി കൂടുമ്പോൾ ഒരു നിയോജകമണ്ഡലത്തിലൊരു പ്രധാന മരണമുണ്ടായി, അവിടെ ചെന്നില്ലെങ്കിൽ നാളെ അത് പരാതിയാണ്. പണ്ടങ്ങനെയല്ല. മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നത് എന്തിനാണ് അസംബ്ലി കൂടുമ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ തിരക്കിട്ട് വന്നെന്തിനാണ്, ഇത് കഴിഞ്ഞാലും ശനിയും ഞായറും വന്നാൽ പോരെയെന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും എന്തുണ്ടെങ്കിലും എവിടെ MLA എവിടെ MP എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലാണ്. ഒരു കേരളം മുഴുവൻ ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അദ്ദേഹത്തിനുണ്ട്. എങ്കിലും അദ്ദേഹം ഇപ്പോൾ പരമാവധി എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്. അവിടെയാണ് ഒരു കാര്യം ഉണ്ടാകുന്നത്. കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഈ 2 പേർക്കും നമുക്കറിയാം, മാധ്യമങ്ങളോട് സംസാരിക്കുന്നതോ വാർത്താസമ്മേളനം നടത്തുന്നതോ അല്ല സംഘടനാ പ്രവർത്തനം. അതൊന്ന് പാർട്ടിയെ നയിക്കുമ്പോൾ ചില മെയ് വഴക്കങ്ങൾ നടത്തണം, മുന്നണിയെ നയിക്കുമ്പോൾ മെയ് വഴക്കമൊക്കെ വേണം. ഈ നമ്മൾ 2 പരാമർശിച്ച ഈ 2 പേരുകാരും അത് സമർത്ഥമായി കൈകാര്യം ചെയ്തതാണ്, പ്രത്യേകിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. ഇവരുടെ 2 പേരുടെയും ഒരു വിടവായി തന്നെ നിൽക്കുന്നു. അല്ല, പഴയ തലമുറയിൽപ്പെട്ടവരുടെ വിടവ് കാര്യമായിട്ടുള്ള വിടവ് തന്നെയാണ്. കാരണം ഇപ്പോൾ അവരൊക്കെ വന്നൊരു കാലഘട്ടമുണ്ട്, അങ്ങനെ ഒരു കാലഘട്ടം ഇനിയില്ല. ഇപ്പോൾ ഞാൻ പറയാം, വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരൊക്കെ അന്ന് പൊതു രംഗത്ത് വന്നത്. ഇപ്പോൾ AK ആൻ്റണി ആണെങ്കിലും കരുണാകരനാണെങ്കിലും
ഉമ്മൻചാണ്ടിയാണെങ്കിലും അവരൊക്കെ പലപ്പോഴും ഞങ്ങളോട് തന്നെ പറയാറുണ്ട്, അവരൊക്കെ വന്ന കാലഘട്ടം. ഇപ്പോൾ എൻ്റെ പിതാവ് തന്നെ പറയാറുണ്ട്, പണ്ടൊക്കെ പ്രസംഗിക്കാനൊരു സ്ഥലത്ത് പോയാൽ തിരിച്ചു വരാനുള്ള കാശ് കയ്യിലില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ്റെ വീടുകളിൽ താമസിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശിവൻ ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും പറയാറുണ്ട്, അവർ ചായ കുടിക്കാൻ തന്നെ കാശില്ലാതെ പല കടത്തിണ്ണകളിലും പേപ്പർ വിരിച്ചുറങ്ങിയിട്ടെന്ന് പറയാറ്. ആ കാലഘട്ടത്തിൽ പോയി. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മളാരെങ്കിലും വണ്ടിക്കൂലിക്ക് കാശില്ലാതെ ഏതെങ്കിലും കടയിൽ പേപ്പർ വിരിച്ചുറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ശൈലികൾ മാറുമ്പോൾ പ്രവർത്തനങ്ങളിൽ വ്യത്യാസങ്ങൾ വരും. പക്ഷെ അത് പഴയ കാര്യങ്ങൾ കണ്ടറിഞ്ഞവർക്ക് പ്രയാസം തോന്നും. ഇപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കണ്ട ആളും അനുഭവിച്ച ആളൊക്കെ തന്നെയാണ്. ഞാൻ ഈ ഒരു ശൈലി മാറ്റത്തിനപ്പുറം ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കമ്മ്യൂണൽ സംവിധാനങ്ങൾക്ക് കൃത്യമായ ഇടപെടൽ രാഷ്ട്രീയത്തിലുണ്ട്, അവർക്ക് സ്പേസ് ഉണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം NSSുമായി ഒരു അകൽച്ച പാലിക്കുന്നു, അല്ലെ മറ്റൊരുമായി അകൽച്ച പാലിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടായിരിക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയും UDF സംവിധാനങ്ങളും അടുക്കേണ്ടവരെ അടുപ്പിച്ചിട്ടുണ്ട്, അകറ്റേണ്ടവരെ അകറ്റിയിട്ടുമുണ്ട്. അതൊരു ശീലമായിരുന്നു. ആ ഒരു ഇക്വേഷൻ ബാലൻസിങ് നടത്താൻ ഇവർക്ക് അത്ര സാമർഥ്യമുണ്ടോ എന്നൊരു സംശയമാണ്. അതായത് സാമുദായിക സംഘടനകളും പ്രധാന ഘടകമാണ്. അവർക്കൊക്കെ എന്തുമാത്രം സ്വാധീനിക്കാൻ, അവരുടെ സമുദായത്തിലെ എല്ലാവരെയും സ്വാധീനിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഗുണം കിട്ടിയില്ലെങ്കിലും ദോഷം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കൂട്ടരോട് ഒരു ശത്രുതാ മനോഭാവം സ്വീകരിച്ചാൽ, ഇപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടി അവർ സമുദായ അംഗങ്ങളോട് പറയുമ്പോൾ സഹായിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മളെ മൊത്തം ഒരു ദ്രോഹിച്ചു എന്ന് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാവും. അതുകൊണ്ട് സാമുദായിക സംഘടനകളുമായിട്ട് ഒരു സമദൂരം, അതിൽ NSS പറയുന്ന പോലെ സാമുദായിക സംഘടനകളുമായിട്ട് അകലം ഉണ്ടാവരുത്, എന്നാൽ അടുക്കുന്നതിലും ഒരു ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്ത്. കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്, മതേതര സംഘടനയാണ്, പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ പറയും, കേരളത്തിൽ ഉദാഹരണമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത് ജാതി സെൻസസ് വേണമെന്നാണ്. പക്ഷേ കേരളത്തിൽ എതിർപ്പുണ്ട്. അത് NSSന് മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും അതിൽ കുറേ എതിർപ്പുണ്ട്. അതുപോലെ കർണാടകത്തിൽ ഇതേ സബ്ജക്റ്റിൽ ലിംഗായത്തിന് എതിർപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കുറച്ച് MLA ഒപ്പ് ശേഖരണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ നയമുള്ളപ്പോൾ ആ നയത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു നയമുള്ളപ്പോൾ അത് എങ്ങനെ സ്റ്റേറ്റിൽ നടപ്പാക്കാം എന്നുള്ളത് അതിനോട് വിയോജിപ്പുള്ളവരുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം. അല്ലാതെ രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ പറയുന്നു, നമ്മളിതിൽ തലയിടണ്ടെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ചോദിക്കില്ല, എന്താ നിങ്ങളുടെ നയം? ഞങ്ങളുടെ നയം എന്ന നയമാണ്, പക്ഷേ ഇവിടെ നടപ്പാക്കുമ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ രീതിയിലുള്ളൊരു സമ്പർക്കം ഇന്ന് നമ്മുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനതിനെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പരിഹരിക്കണം. കാരണം ശ്രീ കെ കരുണാകരൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാം, 1972 കേരളത്തിൽ അന്ന് വലിയൊരു സമരമുണ്ടായി വിദ്യാഭ്യാസ രംഗത്ത്. മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കണമെന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. അതിനെതിരായിട്ട് ബിഷപ്പുമാർ രംഗത്തിറങ്ങി. അപ്പോൾ കോൺഗ്രസും പോലത്തെ ഒരു ജനാധിപത്യ കക്ഷി ഭരിക്കുമ്പോൾ ബിഷപ്പുമാർ റോഡിലിറങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അത് മുന്നണിയിലും പൊട്ടിത്തെറി ഉണ്ടാക്കും, ഗവൺമെൻറ്റും തകർന്നു പോകും. അന്ന് ആ ഘട്ടത്തിൽ അവരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഉണ്ടായ അകൽച്ച പരിഹരിക്കാൻ കെ കരുണാകരൻ തന്നെ ബിഷപ്പുമാരൊക്കെ ആയിട്ട് ചർച്ച നടത്തി. അന്ന് വളരെ എതിർപ്പ് പറഞ്ഞു. കരുണാകരൻ അരമനകൾ കയറി നിരങ്ങുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അധികം ഒന്നും വകവച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടിയല്ലോ 77 അന്നത്തെ ഐക്യകക്ഷിക്ക് 140-ൽ 111 സീറ്റ് കിട്ടിയല്ലോ. അത് അന്ന് ഈ കോളേജ് സമരത്തിന് തുടർന്ന് സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക്, അത് ആ സ്വകാര്യ മാനേജ്മെൻറ്റുകളെന്ന് പറഞ്ഞാൽ മതസംഘടനകളാണ്. അവരുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് നിരന്തരമായി നടത്തിയിട്ടാണ് കെ കരുണാകരൻ അവരെ കോൺഗ്രസ് ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിലൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്നൊരു പരാതി താഴെ തട്ടിലുണ്ട്. ചില സംഘടനാ നേതാക്കൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. അവിടെയാണ് പ്രസക്തമാവുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയെ ഒപ്പം ചേർക്കാൻ BJPക്ക് കൃത്യമായ അജണ്ടയുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം, അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സന്ദേശം, ക്രിസ്ത്യൻ മത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, ക്രിസ്തുമസ് വരുന്ന, അങ്ങനെ നിരവധി സംഭവമുണ്ട്.
പക്ഷേ നമുക്കറിയാം മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ ക്രൈസ്തവ മേഖലകളിലോ ഒക്കെ കൃത്യമായി കോൺഗ്രസിന് പിന്തുണ നൽകുന്നവരായിരുന്നു ഇവർ. പക്ഷേ അവരുടെ പിന്തുണ നഷ്ടപ്പെടുന്നു എന്ന കാര്യം പാർട്ടി തിരിച്ചറിയുന്നില്ലേ? അവിടെ എങ്ങനെ അല്ല, അത് ഞാനും നേതാക്കളോട് ഞാൻ പറയാറുണ്ട്. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് ഔദ്യോഗിക സ്ഥാനങ്ങളുള്ളവർ ബന്ധപ്പെടണം. കാരണം ഇതിലൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുമ്പോൾ മണിപ്പൂർ മാത്രമല്ല ഇവിടെ വിഷയം. മണിപ്പൂരിലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് ഒരു പ്രധാന വിഷയം. രണ്ടാമത്തത്, ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് തോറ്റതിൻ്റെ ഒരു മുഖ്യ കാരണം, അത് ഒരു കാര്യം നോക്കണം. ആ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ സഹായിച്ച ആദിവാസി ഏരിയ ആണ് ഇത്തവണ കോൺഗ്രസിനെ കൈവിട്ടത്. അത് കൈവിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത്തവണ ജയിക്കും. എന്തുകൊണ്ടാണ് കൈവിടാൻ കാരണം? അവിടെ BJP നടത്തിയ അതിശക്തമായിട്ടുള്ള പ്രചരണം. അതായത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ആദിവാസികളെ മതം മാറ്റാനുള്ള അവസരം അവിടെ ഭൂപേഷിൻ്റെ ഗവൺമെൻറ് അതിന് സഹായിക്കുന്നു എന്നത് ആ പ്രദേശങ്ങളിൽ വലിയ ഒരു തിരിച്ചടി കോൺഗ്രസ്സിനുണ്ടായി. അങ്ങനെ പ്രചരണം നടത്തുന്നവർ, മണിപ്പൂരിൽ പള്ളികൾ തകർക്കുന്നവരാണ് കേരളത്തിൽ ഇപ്പോൾ ചിരിച്ചു കാണിച്ച് വരുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിൻ്റാണ് പ്രധാന ഘടകം. മണിപ്പൂരിനോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ്റിനെ, ഒരു മതേതര ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്തവരാണ് BJPക്കാർ. അത് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് പറയാൻ കഴിയണം. അതല്ലാതെ വെറുതെ നമ്മളൊരു പത്രപ്രസ്താവന നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പം മന്ത്രി സജി ചെറിയാൻ ഒരു പ്രസ്താവന നടത്തി, അത് ഒരു പക്ഷേ പരിധി വിട്ട് കാണും, പിന്നീട് തിരുത്തലും ഉണ്ടായി. പക്ഷേ എങ്കിൽ പോലും അവർ പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ BJPയുടെ അജണ്ടയിൽ പോയി ചാടരുത്, അല്ലെങ്കിൽ ചാടി എന്നാണ് പറയുന്നത്. എന്താണ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പോലും ഉയരാത്തത്? അതായത് ക്രിസ്ത്യൻ ബിഷപ്പുമാരെ പ്രധാനമന്ത്രി ഒരു ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിക്കുന്നു. ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിക്കുമ്പോൾ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി എന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻവിറ്റേഷനിൽ പങ്കെടുക്കും. അതിനെ തെറ്റ് പറഞ്ഞുകൂടാ. ഇവിടുത്തെ ഒരു ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ആ സമയത്ത് മണിപ്പൂരത്തെ വിഷയം കൂടെ, അതായത് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു, പക്ഷേ അതുപോലെ മണിപ്പൂരിലുള്ള ഞങ്ങളുടെ സമുദായത്തിന് ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു വാക്കവിടെ പറയണം എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിന് ഉപയോഗിച്ച വാക്കുകൾ എന്താ? ബിഷപ്പുമാരാരും വീഞ്ഞും മറ്റേ കേക്കൊക്കെ കാണാത്തവരാണോ? അതൊരു ഇൻസൾട്ട് ചെയ്യലല്ലേ. വിളിച്ചപ്പോൾ രോമാഞ്ചം ഉണ്ടായി. രോമാഞ്ചമല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നിപ്പോൾ മുഖ്യമന്ത്രി ഡിന്നറിന് ക്ഷണിക്കുന്നു. ഡിന്നർ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പോവില്ലേ? ക്ഷണം കിട്ടിയവർ പോവില്ലേ? KCBC പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഒരു ക്രിസ്മസ് ആഘോഷത്തിന് മുഖ്യമന്ത്രി ക്ഷണിക്കുമ്പോൾ അതൊന്നും മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ക്ഷണിക്കുമ്പോൾ പോയി വിചാരിച്ചിട്ട് പിണറായി വിജയനെയൊക്കെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം ഞങ്ങളോട് ചെയ്തിട്ടുള്ള ഏറ്റവും വളരെ ക്രൂരമായിട്ടുള്ള നിലപാടാണ് ഞങ്ങളോട് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ സാധാരണ രീതിയിൽ ആഘോഷങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തല്ലുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് സാധാരണ മാറി നിൽക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെന്നതിൽ ഒരു പ്രശ്നവുമില്ല, ചെന്നത് മര്യാദയാണ്. പക്ഷേ ആ സമയത്ത് ഈ വിഷയം കൂടെ ഒന്ന് ഉന്നയിക്കേണ്ടതായിരുന്നു. മറ്റൊന്ന് കേരളത്തിൽ നമ്മുടെ ഈ കമ്മ്യൂണലിക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കൊപ്പം മുസ്ലിം പോപ്പുലേഷൻ ഇപ്പറേ സൈഡിൽ നിൽക്കുകയാണ്. CPM-ന് ഒരു അജണ്ട ഉണ്ടെന്ന് പറയുന്നു, അവിടെ മുസ്ലിം പോപ്പുലേഷനെ ഒപ്പം നിർത്തുക. അത് ഒരു പക്ഷേ മുസ്ലിം ലീഗ് ആയിരിക്കില്ല, മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ടാവാം, മലബാറായി താങ്കളുടെയൊക്കെ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ആ അജണ്ട തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു. ഇല്ല, അതിൽ അവരുടെ അജണ്ട വെറും എന്താ പറയേണ്ടത്, ഒരു തരംതാണ അജണ്ടയാണത്. അതായത് അതിനു വേണ്ടി ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുക, മറ്റ് സമുദായങ്ങളെ അകറ്റാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണ്. ഇപ്പോൾ പൗരത്വ ബില്ല് കൊണ്ടുവന്നു, ഞങ്ങൾ എതിർത്തില്ലേ പാർലമെൻറ്റിൽ? കോൺഗ്രസ്സല്ലേ ശക്തമായിട്ട് എതിർത്ത്. ഇവിടെ ഞങ്ങളാണ് എല്ലാം സംരക്ഷിക്കുന്നത്, ഇന്ത്യയിലുള്ള കോൺഗ്രസ്സിന് ഇതിനൊന്നും കഴിയില്ല. ഇന്ത്യയിൽ കഴിയാത്ത കേരളത്തിൽ മാത്രം കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? കേരളത്തിൽ മാത്രമാണോ സംരക്ഷണം? കേരളത്തിൽ ഏത് ഗവൺമെൻറ് എന്തായാലും സംരക്ഷിക്കില്ല മൈനോറിറ്റീനെ. ഞങ്ങൾ സംരക്ഷിച്ചിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് ആക്ഷേപം എന്തായിരുന്നു? മൈനോറിറ്റിക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നു എന്നായിരുന്നു ഞങ്ങളെക്കുറിച്ചിട്ട് ആക്ഷേപം. പണ്ട് 5ാം മന്ത്രിയുടെയൊക്കെ ഓർമ്മയുണ്ടല്ലോ, 5 മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്തതിനെ പറ്റിയിട്ട് ബഹളം ഉണ്ടാക്കിയവരവർ.
അപ്പോൾ ഇവർ വന്നിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഏത് തരംതാണ പ്രവൃത്തിയും ചെയ്യുക. പക്ഷേ ഈ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് LDF-നൊപ്പം പോയിക്കൂടെ എന്ന അഭിപ്രായം പോലും അവിടെ ഉയരുന്നു. അല്ല, അത് പല രാഷ്ട്രീയ കക്ഷികളിലും പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ പാർട്ടിക്കൊരു നയമുണ്ട്. അതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. എന്തിനു പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഞങ്ങൾക്കില്ല. മുന്നണി വിടാനുള്ളൊരു കാരണം ഞങ്ങൾക്കില്ല. എന്നാൽ മുന്നണിയിൽ തന്നെ ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ ഒരൊറ്റ വാചകത്തിൽ തന്നെ ഇതിനൊക്കെ ഉത്തരമാണ്. അതായത് ഭരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മുന്നണി വിടുന്നത് ശരിയല്ല. ഉദാഹരണം ഞാൻ പറയാം, RSP LDF നിന്ന് UDF-ലേക്ക് വന്നു. അവർക്കൊരു MP സ്ഥാനം ഇപ്പോൾ സ്ഥിരം ജയിക്കുന്നുണ്ട്. പക്ഷേ നിയമസഭയിൽ 2 സഭയിൽ പ്രാതിനിധ്യമില്ല. അവർ മുന്നണി വിടാൻ ആലോചിക്കുന്നേ ഇല്ല. അപ്പോൾ അതെന്താ ആ പാർട്ടിയുടെ നയം? അത് തന്നെയാണ് ലീഗിനും ഉള്ളത്. ലീഗിൻ്റെ നയവും ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്നുള്ളതല്ല, ഒരാശയത്തിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ ഒരുമിച്ച്. നമുക്ക് ഇങ്ങനെ ആലങ്കാരികമായി പറയുന്നതിനപ്പുറം ഇനിയൊരു ഭരണമില്ലാത്ത അവസ്ഥയിൽ ലീഗ് ഒപ്പം ഉണ്ടാകുമോ? അല്ല, അങ്ങനത്തെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഈ സർക്കാരിനെതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ജനങ്ങൾ വെറുത്തൊരു ഭരണമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്കിതിനെ അടുത്ത ഇലക്ഷനിൽ തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ ഞാൻ പറയുന്നു, പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം കുറേ കൂടെ ഹോംവർക്ക് UDF-ന് ചെയ്യാനുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ച വിപത്ത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനിലേക്കുള്ള വർക്ക് മാത്രം പോരാ. പക്ഷേ ശ്രീമാൻ ആൻ്റണി പറഞ്ഞ പോലെ ആദ്യം 2024, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കാൻ കുറച്ചുണ്ട് 24 കഴിഞ്ഞിട്ട്. അതായത് 24 മെയ് മാസം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഏത് സംഘടനാ തലത്തിലാണോ അതോ മുന്നണി സംവിധാനം? സംഘടനാ തലത്തിലും ചെയ്യണം, മുന്നണി തലത്തിലും ചെയ്യേണ്ടത്. ഈ പിണറായി വിജയൻ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഐക്കണായി നിൽക്കുന്നു, ഇപ്പറേ ഒരു പ്രധാനപ്പെട്ട ഐക്കണില്ല. മുമ്പ് കെ കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി പോലെയുള്ള ഐക്കണുകൾ ഉണ്ടാവും. പക്ഷെ അതിനുശേഷം അങ്ങനെ ഒരാളുണ്ടാവുന്നില്ല എന്നത് ഒരു പ്രശ്നം. മറ്റൊന്ന്, പിണറായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ, സ്ട്രാറ്റജി, അതൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നില്ല. ഇല്ല, ഇപ്പോൾ പിണറായി വിജയൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം മാറി നിന്നുകൊണ്ടുള്ളൊരു സാഹചര്യം ആലോചിക്കുക. ഇപ്പോൾ കേരളത്തിൽ ശരിയാണ്, കെ കരുണാകരൻ പോയി, ആൻ്റണി ഇപ്പോൾ ഫീൽഡിലില്ല, ഫീൽഡിലുണ്ട്. അതേ ഒരു ഉപദേശകൻ്റെ റോളാണ്. ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് നന്നായിട്ട് വന്നിട്ട് കോൺഗ്രസ്സിന്. ഇതേ ഗ്യാപ്പ് നാളെ പിണറായി വിജയൻ ഇപ്പോൾ 2 ടേമൊക്കെ മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ അടുത്ത തവണ സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ഇനി 3ാമത്തെ ടൈം ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മാറുമ്പോൾ ആരാ പകരം? അവിടെ ഒരുപാട് ഗ്യാപ്പ് വരിക. കോൺഗ്രസ്സിനേക്കാൾ ഇരട്ടി ഗ്യാപ്പ് അതിൽ വരിക. മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ശക്തനായൊരു നേതാവിൻ്റെ അഭാവത്തിൽ ഒരു അന്തഛിദ്രവും CPM-ൽ സംഭവിക്കും. അപ്പോൾ കോൺഗ്രസ്സിന് ഇന്ന് പറയുന്ന നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ന്യൂനത അതിശക്തമായിട്ട് നാളെ CPM-ൽ ഉണ്ടാവാൻ പോവാം. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയുന്നു, അങ്ങനെ സംഭവിക്കുമ്പോഴും ആ പ്രസ്ഥാനം തകരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തനമാണ് ഞാൻ, കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഇത് രണ്ടും ജനാധിപത്യ പാർട്ടികളാണ്. ഇത് തകർന്നാൽ പകരം വരുന്ന ജനാധിപത്യ പാർട്ടിയാവില്ല. അത് നമ്മുടെ മുമ്പിലുണ്ടാകും. പാർട്ടി ദേശീയ തലത്തിൽ MP-മാർ മത്സരിക്കട്ടെ കേരളത്തിലെങ്കിലും എന്നൊരു തീരുമാനത്തിലേക്ക് എടുത്തു. താങ്കൾ അത് തുടക്കത്തിൽ സൂചിപ്പിച്ചു. അവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, ഇത്തവണ ഇനി ലോക്സഭയിലേക്കില്ല, എനിക്ക് നിയമസഭയാണ് താല്പര്യമെന്ന് പരസ്യമായി ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണ് താങ്കൾ. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നതാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഹൈക്കമാൻഡിനൊപ്പം നിൽക്കുക. ഹൈക്കമാൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലുള്ള സീനിയേഴ്സ് മാറി നിന്നാൽ ഒരു തെറ്റായ മെസ്സേജ് വരും. ആ മെസ്സേജ് ഡൽഹിയിൽ അധികാരം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ളവർ മാറി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ പാർട്ടിക്ക് മൊത്തം ക്ഷീണമാണ്. ഇപ്പോൾ കോൺഗ്രസ്സിനോടൊപ്പമുള്ള MP-മാർ അവരെല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയോടൊപ്പം നിന്നവരാണ്. കേരളത്തിൽ മാത്രമല്ല, ഈ ലോകസഭയിലുള്ള ഞങ്ങൾ ഇപ്പോൾ 50 MP-മാരാണുള്ളത്. 52 പേരാണ് ജയിച്ചു വന്നത്, അത് 53ആയി. പക്ഷേ 2 പേര് മരണപ്പെട്ടു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ 50 പേരാണ് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. ഈ 50 പേരും എല്ലാ ക്രൈസിസിലും പാർട്ടിയോടൊപ്പം നിന്നവരാണ്. അതുകൊണ്ട് ഈ 50 പേരും മത്സരിക്കണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഒരു ക്രൈസിസിൽ നിന്നവർ
ഭാവിയിലും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു കേരളത്തിൽ കുറേ സീനിയേഴ്സ് ലോക്സഭയിലുണ്ട്, പക്ഷേ നിങ്ങൾ മാറി നിന്നാൽ അസംബ്ലി ജയിക്കും, പാർലമെൻറ്റ് ജയിക്കില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ധൈര്യമില്ലാത്തൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക? ആ ചോദിച്ചതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഈ പറയുന്ന സുധാകരൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ താങ്കൾക്ക് ഇനിയൊരു നിയമസഭാ ഇലക്ഷനിൽ വരാനിരിക്കുന്ന, ഇപ്പം നമ്മൾ CPM പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നില്ലല്ലോ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചാൽ പോരെ. ഇപ്പം ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമത്ത് മത്സരിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ജയിക്കാവുന്ന 2-3 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഞാൻ വടകരയിലെ എൻ്റെ 7 സ്ഥലത്തും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 2 സീറ്റ് മിനിമം UDF കിട്ടുമായിരുന്നു. ഇതിപ്പോൾ രമയിൽ മാത്രം ഒതുങ്ങി. രമയ്ക്കും ഉദ്ദേശ ഭൂരിപക്ഷം കിട്ടിയില്ല. കാരണം എനിക്ക് 22,000 വോട്ട് ഭൂരിപക്ഷമാണ് വടകരയിൽ കിട്ടിയത്. രമ ജയിച്ച 6,000 ഇഷ്ടം വോട്ടിനാണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പാറയ്ക്കൽ അബ്ദുള്ള തോറ്റ വെറും 392 വോട്ടിന്. അപ്പോൾ ഒരു തെറ്റായ തീരുമാനമായിരുന്നു യഥാർത്ഥത്തിൽ. അല്ല, അതന്ന് നിയമത്ത് ഈ പറയുന്നത് പോലെ മറ്റേ കെട്ടിവെച്ച കാശ് പോയി UDF 2016 ഇലക്ഷനിൽ BJP ആയിട്ട് രഹസ്യധാരണ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് എന്നോട് നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തയ്യാറാണെന്ന്. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി, അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു, മറ്റെവിടെയും പോകാൻ പറ്റിയില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ സ്ട്രാറ്റജിക്കൽ പ്ലാനുകളിൽ വരുമ്പോൾ മുരളീധരൻ്റെ ഒരു വിടവ് പലപ്പോഴും ഞങ്ങൾക്ക് പ്രകടമാവുന്നുണ്ട്. കാരണം താങ്കളിപ്പം ലോക്സഭാംഗമാണ്, സംഘടനയിൽ മറ്റു കാര്യമായ ഉത്തരവാദിത്തമില്ല, ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, മണ്ഡലത്തിൽ നിൽക്കുന്നു, തിരുവനന്തപുരം വരുന്നു, ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇതിനിടയിൽ ഇവിടുത്തെ സംഘടനാ ദൗർബല്യം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയം കൃത്യമായി പറയേണ്ട സമയങ്ങളിലൊന്നും താങ്കളെ അങ്ങനെ സംഘടന ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് ഈ എൻ്റേത് മാത്രമല്ല, സീനിയർ ലീഡേഴ്സൊക്കെ ആയിട്ട്, അതിൽ പ്രത്യേകിച്ച് മുൻ പ്രസിഡൻറ്റുമാരുമായിട്ട് ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ തിരുവഞ്ചൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 നേതാക്കളൊന്നൊരു സ്ട്രാറ്റജി രൂപം നൽകുന്നൊരു സിസ്റ്റം ഇല്ല എന്നുള്ളൊരു മൈനസ് പോയിൻ്റ് ഉണ്ട്. അത് ഇപ്പോഴുള്ള നേതൃത്വമാണ് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. കാരണം നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിണറായി പോലത്തെ ഒരാൾ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതെങ്ങനെ മൊത്തം ബാധിക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണം. അതേ ഞാൻ പറഞ്ഞത്, 24 ശേഷം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ രാഷ്ട്രീയകാര്യ സമിതി എന്നൊരു സംവിധാനം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് എന്ന എല്ലാ ആഴ്ചയിലും കൃത്യമായ ദിവസം ചേരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി ലക്ഷ്യമിട്ടത്. പക്ഷേ അതിലേക്കൊന്നും പിന്നെ അത് പോയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് പിന്നീട് വരുന്ന പല പ്രസിഡന്റുമാർക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിലൊരു എന്താ പറയേണ്ടത്, ഒരു മെല്ലെ പോക്ക് നയമുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറയാം, മണ്ഡലം പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ നോംസ് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നോക്കിയില്ല. കാരണം ഒരിക്കൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് കൂടുന്നത്. അങ്ങനെയൊക്കെയുള്ള തകരാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൂടിയാൽ, ഞാൻ ആഴ്ചയിലൊരിക്കൽ കൂടണമെന്ന് ഞാൻ പറയുന്നില്ല, മാസത്തിലൊരിക്കൽ കൂടി ആ മാസത്തിലുണ്ടായ സംഭവവികാസങ്ങളും അടുത്ത മാസം അനുവർത്തിക്കേണ്ട നയങ്ങളും ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യാൻ കഴിയാതെ പോയതാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് പറ്റിയ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട രാഷ്ട്രീയകാര്യ സമിതിയിൽ പിന്നെ അതുപോലെ തന്നെ അംഗസംഖ്യ വളരെ കൂട്ടുന്നതിനോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ലിമിറ്റഡ് ആയിട്ട് വേണം. അല്ലെങ്കിൽ KPC എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഏറ്റവും വലുത് എക്സിക്യൂട്ടീവാണ്. എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവിന് ഇപ്പോൾ അത്ര പ്രാധാന്യം കൊടുക്കാത്ത? നമ്പർ കൂടുതലാണ്. നേരെ മറിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ 21 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ തോമസ് മാഷ് പാർട്ടി വിട്ടുപോയി, 2 പേര് PC ചാക്കോ പാർട്ടി വിട്ടുപോയി, MI ഷാനവാസ് മരണപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പുകൾ നികത്തി ആ നമ്പറിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.
കോൺഗ്രസിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ മുമ്പും താങ്കൾ പരസ്യമായി തന്നെ പൊതുവേദികൾ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഗ്രൂപ്പ് പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ അങ്ങനെ പൊതുവേദിയിലൊന്നും അങ്ങനെ പറഞ്ഞു അല്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല. ഒന്ന് ഞാൻ പറയാം. ഒരു ഭരണ തുടർച്ച LDF ഉണ്ടായപ്പോൾ കോൺഗ്രസ്സിലെ അണികൾക്ക് ഒരുപാട് നിരാശ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഭാവി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു പൊതുവായിട്ട് പാർട്ടിയുടെ നയങ്ങളെ പൊതുവേദിയിൽ വിമർശിക്കുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവുക. ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSCൻ്റെയും കുട്ടികൾ പലർക്കും തല്ലുകൊള്ളുന്നു. ചിലർ തിരിച്ചടിക്കുന്നുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ കഴിയാതെ ജയിലിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തായി അടികൊള്ളുന്നത് എന്തിനാ? ഒരു പ്രതീക്ഷയാണ് നാളെക്കുറിച്ച്. നാളെ നമ്മുടെ സർക്കാർ ഇതിനോടൊക്കെ പകരം ചോദിക്കും എന്നുള്ളൊരു വാശിയിൽ നിൽക്കുമ്പോൾ സുധീരൻ അങ്ങനെ പറഞ്ഞു, മുരളീധരൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കളിയാക്കുമല്ലോ. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഫീലിംഗോ വല്ലാത്തൊരു ആഴമേറിയ മുറിവാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പലതും എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഇപ്പോഴും അങ്ങനെ എല്ലാം ഒഴുകുന്ന പ്രകൃതമൊന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി അടി വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന പാവം പ്രവർത്തകരെ മറ്റുള്ളവർ കളിയാക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പലതിനും ആത്മസംയമനം പാലിക്കുന്നത്. അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. മുമ്പ് ഐ ഗ്രൂപ്പിലേക്ക് തിരികെ എത്തിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനവുമായി വന്നയാളാണ്. ഇപ്പോൾ താങ്കളുടെ ഗ്രൂപ്പ് അല്ല, ഇപ്പോൾ ഗ്രൂപ്പ് ഏതാന്നുള്ള ആർക്കും അറിയില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ഒരു ലീഡർഷിപ്പും ഇല്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി ഐ ഗ്രൂപ്പിനെ നയിച്ച കെ കരുണാകരൻ എന്നില്ല, എ ഗ്രൂപ്പിനെ നയിച്ച ഉമ്മൻചാണ്ടി ഇന്നില്ല, എ എന്നുള്ള പേരിന് കാരണക്കാരനായിട്ടുള്ള AK ആന്റണി ഇന്ന് ഈ കാര്യങ്ങളൊന്നും തന്നെ ഇടപെടുന്നില്ല. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ്, എന്താണ് ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇന്ന ഗ്രൂപ്പാന്ന് പറയേണ്ട ആവശ്യം എന്താ? മാത്രമല്ല അങ്ങനെ ഒരു കമ്പാർട്ട്മെൻ്റായിട്ട് ഇനി വേർതിരിഞ്ഞ് പോകാനുള്ള ആരോഗ്യവും പാർട്ടിക്കില്ല. 5 ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളും അങ്ങനെ കുറേ ചുറ്റിക്കറക്കലുണ്ട് ഇപ്പോഴും അല്ലേ? പക്ഷെ എന്നാലും അതിനൊക്കെ നമ്മളതിൽ കയറി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും താങ്കൾ ഇനി ഒരു ഗ്രൂപ്പ് പറഞ്ഞൊരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് തീർച്ചയായും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. എല്ലാവിധ ആശംസ. ഓക്കെ, താങ്ക് യു.